ഇന്ത്യയും ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ്, കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. എന്തൊക്കെയാണ് കരാറിലെ വ്യവസ്ഥകൾ? ഇന്ത്യക്കും ഒമാനും ഇത് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് നോക്കാം. നജ്മ മജീദ് ഉണ്ട്. നജ്മ, കരാറിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഒമാനെ സംബന്ധിച്ചും എത്ര വലിയ ഗുണം ചെയ്യാൻ പോകുന്നതാണ്? ഒമാനും ഇന്ത്യയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് വാർത്ത. എന്തെല്ലാമാണ് ഇരു രാജ്യങ്ങൾക്കും ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്. വിശദമായി തന്നെ നോക്കാം. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ. ഇരു രാജ്യങ്ങൾ, അതിൽ നമ്മുടെ രാജ്യമുണ്ട്, ഇന്ത്യയുണ്ട്. സ്വാഭാവികമായും നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടാകും. നോക്കാം. അതിൻ്റെ പ്രത്യേകതകളായി പറയുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സ്വതന്ത്ര വ്യാപാരം ലളിതമാക്കും എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഒരു വ്യാപാരം, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന് വലിയ നടപടികളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത്തരം നടപടിക്രമങ്ങളെ കുറെ കൂടെ ലളിതമാക്കുക എന്നുള്ളത് കൊണ്ടാണ് സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആദ്യം, സ്വതന്ത്ര വ്യാപാരം കുറെ കൂടെ ലളിതമാകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, നികുതിയില്ല, വ്യാപാര മേഖലയിലെ മതിലുകളില്ല, വിലക്കുറവ്. അതുതന്നെയാണ് ആകർഷണീയമായ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നികുതി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, വ്യാപാര മേഖലയിലെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, മതിലുകളില്ല, വിലക്കുറവും ഒരു പ്രധാന കാരണം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നേട്ടം തന്നെയാണ്. മൂന്നാമതായി, ഇന്ത്യയിലേക്കുള്ള 97.4% ഒമാനി ഉൽപ്പന്നങ്ങൾക്കും കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. തീരുവ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും അത് ഒഴിവാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകാം. അപ്പോൾ അതും വലിയൊരു നേട്ടമായിട്ട് കാണാം. മറ്റൊന്ന്, വളം, ഇരുമ്പ്, ഊർജം, പെട്രോ കെമിക്കൽസ് എന്നിവയിൽ വ്യാവസായിക പങ്കാളിത്തം വികസിപ്പിക്കും. അത് മറ്റു രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പങ്കാളിത്തം വികസിപ്പിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു നേട്ടമാണ്. മറ്റൊന്ന്, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് സേവനം നൽകുന്നതിന് നിയമങ്ങൾ സുഗമമാക്കും എന്നുള്ളതാണ്. അത് ഇരു രാജ്യങ്ങളുടെയും, ഇന്ത്യയുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കാകട്ടെ, ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കാവട്ടെ, അതിനൊരു പ്രത്യേക പരിഗണന നൽകുന്നു. അതിൻ്റെ സേവനം നൽകുന്നതിനായിട്ട് നിയമങ്ങൾ കുറെ കൂടെ സുഗമമാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒമാനിലേക്കുള്ള 78% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും താരിഫ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന വലിയ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എല്ലാം കുറയുന്നു, കുറെ കൂടി എളുപ്പമാകുന്നു കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഈ വ്യാപാര കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുണി, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ ഉൾപ്പെടെ 98% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് നികുതി കൂടെ ഒഴിവാക്കിയാണ് നമ്മൾ ഒമാനിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, കയറ്റുമതിക്കാർക്കുള്ള ചിലവ് കുറയുന്നു. അടുത്തതായി, കസ്റ്റംസ് ക്ലിയറൻസ് വേഗത്തിലാക്കും. ഇതിന് കയറ്റുമതിക്ക് മുൻപുള്ള എല്ലാ നടപടിക്രമങ്ങളും കുറെ കൂടെ വേഗത്തിലാകുന്നു എന്നുള്ളതാണ്. അടുത്തതായി, GCC മിഡിൽ ഈസ്റ്റേൺ വിപണികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കുറെ കൂടെ വർദ്ധിക്കുന്നു എന്നുള്ളതും കൂടി ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അടുത്തതായി, ഒമാൻ്റെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ആഗോള വിപണികളിലേക്ക് വ്യാപിപ്പിക്കാനും ഇത് സഹായകമാകും. നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഒമാനെ സംബന്ധിച്ച് അവരുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളും ആഗോള വിപണികളിലേക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് വ്യാപാര കരാറിനെ ഒമാൻ കാണുന്നത്. ഇത്രയുമാണ് സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ഇരു രാജ്യങ്ങളും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമാകുന്നു. നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിലേക്ക് എത്തുന്നു, വാങ്ങാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടുള്ള അത് തന്നെയാണ്. എന്തായാലും ഈ ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ, അത് ഇന്ത്യക്കും ഒമാനും അതുപോലെ തന്നെ എത്രത്തോളം നേട്ടമുണ്ടാക്കും, വാണിജ്യപരമായി എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാകും എന്നത് വിശദീകരിക്കുകയായിരുന്നു.